അൻവറിൻ്റെ മുഖം ആലേഖനം ചെയ്ത കൊടിയുമായി ആൾക്കാർ ഇതാ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആശങ്കകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ബസ്സുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതെ, ബസ് വരും എന്നുള്ളതായിരുന്നല്ലോ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബസ് എത്തി തുടങ്ങിയിട്ടുണ്ട്. അത് എത്ര ബസ്സുകൾ വരാനുണ്ട്, അതിൽ എത്രത്തോളം ആളുകളുണ്ടാവും, ഈ സീറ്റുകളൊക്കെ നിറയോ എന്നുള്ളത് നമുക്കറിയണം. എന്തായാലും അതെ, DMK-യുടെ പതാകയുണ്ട്. അൻവറിന്റെ ചിത്രം പതിപ്പിച്ച ടീഷർട്ട് ധരിച്ചാണ് ആളുകൾ കടന്നു വരുന്നത്. നേരത്തെ വഴിക്കടവിൽ അൻവറിന്റെ അണികളെ നമ്മൾ കരുതാം. പാട്ടിന്റെ സംഘമാവാനാണ് സാധ്യത. അവരുടെ കഴുത്തിൽ DMK-യുടെ ഷോള് കാണാൻ സാധിക്കുന്ന അങ്ങനെ നാടുകാണി ചുരമിറങ്ങി DMK-യുടെ പ്രവർത്തകർ DMK-യുടെ കൊടിയാണെങ്കിലും പ്രവർത്തകർ DMK-യുടെ അല്ല അല്ലേ? എവിടുന്നാ വരുന്നത്? ഞാൻ വരുന്നത് കൂടല്ലൂർ അല്ലേ? നിങ്ങൾ DMK പ്രവർത്തകരാണ്? ഇങ്ങനെ DMK-യുടെ പ്രവർത്തകരാണ്. DMK-യുടെ പിന്തുണ അൻവറിനുണ്ടോ? അൻവറിനുണ്ട്. നിങ്ങളെ പ്രാദേശികമായി ഞാൻ പറയട്ടെ, പിന്നെ വഴിക്കടവിൽ 1000-ലധികം കുടുംബങ്ങളുണ്ട്. കൂടല്ലൂരുള്ള തന്നെയാണ്. ഇവിടുന്ന് കല്യാണം കഴിച്ച് അങ്ങോട്ടും അവിടുന്ന് കല്യാണം കഴിച്ച് ഇങ്ങോട്ടും ബന്ധങ്ങൾ നല്ല നിലനിർത്തി പോയിട്ടുണ്ട്. പിന്നെ അൻവറിന് ഇന്നലെ തുടങ്ങിയ ബന്ധമല്ല ഷാലിനീട്ടിൽ. അവിടെ പല സമയത്തും അൻവർ പല വേദികളും പങ്കെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അൻവർ തലൈവർക്ക് തോഴൻ തന്നെയാണ്. അല്ലാതെ ഇന്നലെ പോയിങ്ങാണ്ട് അൻവർ തലൈവർ സ്റ്റാലിനാണ് അല്ല, അത് സ്റ്റാലിൻ തന്നെ അല്ല, അൻവർ തലൈവർക്ക് തോഴൻ തന്നെയാണ്. പിന്നെ അൻവർ എന്താ അറിയോ, അവിടെ ഇലക്ഷന് വന്ന് പ്രചരണത്തിന് വന്ന് പല വേദികളും പങ്കിട്ടിട്ടുണ്ട്. അറിയോ, ആ ഒരു ബന്ധമുണ്ട്. ഇവർ വിചാരിക്കും ഇപ്പോൾ അൻവറിനെ പുറത്തേക്കോട് കൂടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ബന്ധം അൻവറിനോടുണ്ടോ? അൻവറിന് പിണറായി വിജയനോട് ബന്ധമൊന്നുമില്ലെന്ന് അത് അൻവർ അക്കൗണ്ട് ചോദിക്കുന്ന വേണം. അത് എന്തുകൊണ്ട് സ്റ്റാലിന്, അതാണ് ചോദ്യം അല്ലേ? സ്റ്റാലിന് പിണറായി വിജയനോടാണോ കൂടുതൽ ബന്ധം അൻവറിനോടാണോ? അൻവറിന് മുഖ്യമന്ത്രിക്കാൾ മുമ്പേ ബന്ധങ്ങൾ, മുഖ്യമന്ത്രിക്കാൾ കൂടുതൽ ബന്ധം മുഖ്യമന്ത്രിന്റെ മുഖ്യമന്ത്രിനേക്കാൾ കൂടുതൽ ബന്ധം സ്റ്റാലിനോട് പണ്ടേ ഉണ്ട്. ഞാനവിടെ ബിസിനസ് എത്ര പേര് വന്നിട്ട് ഇങ്ങോട്ട്? 500 പേരെങ്കിലും ഉണ്ടാവും. അൻവറിന് പിന്തുണ ഒക്കെ അൻവറിന് പിന്തുണയില്ല. രാജിവെക്കണം, പിണറായി രാജിവെക്കണം. ഈ ഗൂഡല്ലൂരൊക്കെ വന്യമൃഗശല്യൊക്കെ രൂക്ഷമാണല്ലോ. ഗൂഡല്ലൂര് ഈ മേഖലകളിലൊക്കെ തന്നെ ആ വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ DMK നിലമ്പൂരിലേക്ക് വരുമ്പോൾ അതിന്റെ സാധ്യത എങ്ങനെയാണ്? പിന്നെ അൻവറിന് കൂടുതലായി പിന്തുണ ഞങ്ങൾ കൊടുക്കേണ്ടി വരും അതിന്. കാരണം ഈ പിന്നെ പന്നിയാണ്, കാട്ടുമൃഗങ്ങളാണ്, ഇതൊക്കെ വളരെ ശല്യം ചെയ്യുന്നത്. കർഷകർക്കൊക്കെ ശല്യമുണ്ട്. അത് അവിടെ ഉണ്ട്, പക്ഷെ ഇവിടെയും കൂടുതലുണ്ട്. കൂടല്ലൂർ, നാടുകാണി, ദേവാല, പന്തല്ലൂർ ആ മേഖലകളിലൊക്കെ അൻവർ നല്ല ബന്ധമുണ്ട്. അവിടെ ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ അവിടെ പല പ്രസംഗ വേദികളാണ്. പിന്നെ അൻവർ വന്നിട്ട് പങ്കെടുക്കുന്നുണ്ടല്ലോ, പണ്ട് കാലത്ത് തന്നെ ഉണ്ടല്ലോ. നിങ്ങളും കൂടല്ലൂരാ? അല്ല, നിലമ്പൂര്, വഴിക്കടവ്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ വഴിക്കടവോ. ഏത് രാഷ്ട്രീയ പാർട്ടി? ഞാൻ CPM-ന്റെ അനുഭാവിയായിരുന്നു. അൻവർ ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തോണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അൻവർ ഇടതുപക്ഷ ഗവൺമെൻറ്റിനായിട്ട് പറഞ്ഞതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൻവർ. തമിഴ്നാട്ടിലെ DMK ആയിട്ട് അലയൻസ് ആയി നിലമ്പൂരിൽ മത്സരിച്ച വലിയ സാധ്യത അൻവറിനുണ്ട്. തീർച്ചയായിട്ടും. ഇലക്ഷനോട് വരുമ്പോൾ ഞങ്ങൾ കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ വരവില്ല. ഇനി തീർച്ചയായിട്ടും ഒരു വോട്ട് പോലും നഷ്ടപ്പെടുത്താതെ ഞങ്ങൾ ഇവിടെ വരും. വോട്ട് ചെയ്യും. ഭൂരിപക്ഷം BJP-ക്കും ചെയ്യും. നേരത്തെ ബസ്സിലാണ് ഇവരൊക്കെ തന്നെ വന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് എത്തുമെന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു വ്യക്തി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എവിടുന്നൊക്കെ വരുന്നത്? അത് ഞാൻ ഇവിടെ മഞ്ചേരി തന്നെ, ഞാനൊരു സഖാവാണ്. മഞ്ചേരി തന്നെ ഞാൻ കുറച്ചൊരു പഴയ സഖാവ് തന്നെയാണ്. പക്ഷേ ഇത് രാഷ്ട്രീയമല്ല ഈ വേദി, ഇതൊരു അൻവർ തരംഗമാണ്. ഈ അൻവർ തരംഗം എന്ന് പറയുന്നത് 10-20 ദിവസമായിട്ട് ഇവർ അൻവർ പറയുന്ന പരാതികൾ അതൊന്ന് മുഖവിലക്ക് എടുക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക പറയുന്നല്ലാതെ ആ ADGP-നെ എന്താ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 15 ദിവസം വൈഫ് ഹൗസിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നത്തെ പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. ആ ADGP-നെ ഒരു 15 ദിവസം നീ വിരുന്നൊക്കെ പറഞ്ഞാലും ഇത്ര പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇത് ഈ അൻവർ പരാതികൾ ഉന്നയിച്ച സമയത്ത് ഒരു ഭാഗത്ത്
കോൺഗ്രസ്സുകാർ വലയിട്ട് പിന്നെ വാള പിടിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ കാത്തിരുന്നു. അപ്പുറത്ത് പ്രതിപക്ഷത്തെ പല രൂപത്തിലായി. ഇതൊരു അൻവർ തരംഗമാണ്. അതിൽ രാഷ്ട്രീയമില്ല, കക്ഷിഭേദമില്ല, എല്ലാവരും ഉണ്ട്. അതായത് സാധാരണക്കാർ പറയാൻ ആഗ്രഹിച്ചത് അൻവർ പറഞ്ഞു. ആ പിന്തുണ അതെ അതെ, സാധാരണക്കാരുടെ സൗണ്ടാണ് അൻവർ. ഈ നിലമ്പൂർ മൊത്തം അൻവർ ജയിച്ച അൻവറിന്റെ സ്വന്തം ക്യാഷ് കൊണ്ടാണ്, പാർട്ടി കൊണ്ടല്ല. അൻവർ ജയിച്ചത് പാർട്ടിയുടെ പിൻബലത്തിലല്ല, അൻവറിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ്. അൻവറുടെ വ്യക്തിപ്രഭാവം, അൻവറിന്റെ സാമ്പത്തികവും, അൻവറിൻ്റെതായ സ്വന്തം ആളുകളുണ്ട് അവിടെ. ഇപ്പോൾ ഈ കൊടി പിടിച്ചവരുടെ അൻവറിന്റെ ആളുകളല്ല, ഇത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഞാൻ ഉറച്ച സഖാവാണ്, ഇന്നും സഖാവാണ്. ഞാനൊരു പിണറായി ഫാനാണ്. അൻവർ വന്നതിന് ശേഷം നിലമ്പൂരിലുണ്ടായ മാറ്റങ്ങൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2-3 പോയിന്റ്. അതെ, ഞാൻ നിലമ്പൂർ മണ്ഡലക്കാരനല്ല. അൻവർ വന്നതിന് ശേഷമാണ് നിലമ്പൂരിലെ ആളുകൾക്ക് എന്താണ് പിന്നെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ മനസ്സിലായത്. അൻവർ വന്നതിന് ശേഷമാണ് ജനങ്ങളിൽ നിന്ന് സർക്കാരിൻ്റെ ആനുകൂല്യം. കാരണം അതൊരു ഉറച്ച കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു ഉറച്ച പിണറായി ഫാനാണ്. ഈ പിണറായി ഫാനാണ്. ഇവിടെ പിണറായി ധാർഷ്ട്യം കൊണ്ടാണ് ഈ അവസ്ഥ വന്നത്.